ഹലോ! അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ എൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഹാപ്പി ക്രിസ്മസ് പറയുകയാണ്. അപ്പോൾ ക്രിസ്മസായിട്ട് രാവിലെ ഞാനിങ്ങനെ എണീറ്റിരുന്നപ്പോഴാണ് ചൂടോടെ എനിക്കൊരു എൻക്വയറി വന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ച ആളുടെ ഐഡൻറ്റിറ്റി ഒന്നും ഞാൻ തൽക്കാലം ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. ആ ക്വസ്റ്റ്യൻ എനിക്ക് കുറച്ച് റെലവൻ്റ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് അത് ഷോർട്സിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുട്ടി എന്നോട് ചോദിച്ചത് ഇതാണ്, പുള്ളിക്കാരിക്ക് ഒരുപാട് വിവാഹാലോചനകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പേഴ്സണലി ഇങ്ങനെ കൺഫ്യൂഷനിലാണ്, വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലൊരു കൺഫ്യൂഷനിലാണ്. അത്ര താല്പര്യമില്ല എന്നാണ്. അപ്പോൾ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ എന്നോടൊരു അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിച്ചാലേ ഒരാൾക്കൊരു കംപ്ലീറ്റ് ലൈഫുള്ളൂ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് വുമൺ ആവത്തുള്ളൂ എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. റേമണ്ടിൻ്റെ പരസ്യത്തിൽ ക്യാപ്ഷൻ ഉണ്ടല്ലോ, കംപ്ലീറ്റ് മാൻ എന്ന് പറയുന്നത് പോലെ നമ്മളെല്ലാവരും ഒരു കംപ്ലീറ്റ് വുമൺ ആണ്. നമ്മൾ കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ വന്ന കാലത്ത് പ്രയോറിറ്റി കൊടുക്കുന്നത് കുറച്ചുകൂടെ സെൽഫ് സഫിഷ്യൻ്റായിട്ട് നിൽക്കണം എന്നും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി വേണം എന്നും ഒക്കെയാണ്. പിന്നെ വിവാഹം കഴിച്ചാൽ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രീംസിനും നമ്മുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കമ്പാനിയനാണ്, നമ്മുടെ പാർട്ട്ണറാണ് നമ്മുടെ ഹസ്ബൻഡായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മോർ കളർഫുൾ. അങ്ങനെ എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ. അപ്പോൾ വിവാഹം കഴിച്ചാലേ ഒരാൾക്ക് ജീവിതമുള്ളൂ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. വിവാഹം കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഒരാളെ, സ്യൂട്ടാവുന്ന ഒരാളെ നോക്കി വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ കളർഫുൾ. ഓക്കെ. അപ്പോൾ ഇനി ബാക്ക് ടു നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ബിരിയാണി ട്രൈ ചെയ്ത് നോക്കിയിട്ട്. സാധാരണ എപ്പോഴും ടൊമാറ്റോ റൈസ് തട്ടിക്കൂട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒഫീഷ്യലായിട്ടൊരു ബിരിയാണി അങ്ങ് വെച്ചു. ഫിഷ് ബിരിയാണിയാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്തത്. അമ്മ പഠിപ്പിച്ചു തന്ന കുറച്ച് കാര്യങ്ങളും അതേപോലെ കുറച്ച് യൂട്യൂബിൽ നിന്നൊക്കെ നോക്കി തട്ടി മുട്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. എന്തായാലും സംഗതി ക്ലിക്കായിരുന്നു. പിന്നെ പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മ വെച്ച അത്രയും ടേസ്റ്റ് അങ്ങോട്ട് വന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്നാണ് ഹസ്ബൻഡിൻ്റെ റിവ്യൂ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ക്രിസ്മസ്.